യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഹലോ ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ആ ഫോൺ തിരിച്ചു വേണം. അങ്ങനെ വഴിക്ക് വാ. വീട് എവിടെയാന്ന് പറഞ്ഞാ ഞങ്ങൾ ഉടനെ അവിടെ എത്താം. വേണ്ട വേണ്ട വേണ്ട, വീട്ടിലൊന്നും വരണ്ട. നാളെ കടയിലോട്ട് വന്നാൽ മതി, അവിടെ വെച്ചാണോ? ശരി, അപ്പൊ നാളെ നേരി കാണാം. പറഞ്ഞ് തുക കൊണ്ടുവരാൻ മറക്കരുത്. ശരി ചേട്ടാ. നാളെ ഫോൺ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഏത് വിധേനയും ആ ഫോൺ നാളെ കൈക്കലാക്കണം. എൻ്റെ ഒരു ഫ്രണ്ടാണേ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വിളിച്ചതാ. പിന്നെ അതാ ഇത്ര നേരം ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടേ. വാ, അകത്തോട്ടിരിക്കാം. ചായ കുടിക്കണ്ടേ? അല്ല, വേണ്ട. ആ ഫോൺ കോളിൽ എന്തോ പന്തികേടുണ്ട്. അതെന്താണെന്നറിയണം. സത്യേട്ടനല്ലേ ഇത്? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇല്ല, സത്യേട്ടാ. എങ്കിൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അല്ല, മനീഷന്റെ എവിടെ? ഞാൻ മരുന്ന് വാങ്ങാൻ വന്നതാ. കുറച്ച് ദിവസങ്ങളായിട്ട് സത്യേട്ടനെ വീട്ടിലേക്ക് കാണാറില്ലല്ലോ. അച്ഛൻ എന്നും അന്വേഷിക്കും. കുറച്ച് തിരക്കുകളിലായിപ്പോയി, അതുകൊണ്ടാ വരാൻ പറ്റാത്തത്. അതൊന്നുമല്ല, അങ്ങനെയൊന്നും സത്യേട്ടൻ ഞങ്ങളെ മറക്കില്ല. ഇത് മറ്റെന്തോ കാര്യമാണ്. മറ്റെന്ത് കാര്യം? ഒന്നുമില്ല, ചില അത്യാവശ്യ പ്രശ്നങ്ങളിൽ പെട്ടുപോയി, അതുകൊണ്ടാ വിളിക്കാൻ പോലും പറ്റാതെ പോയത്. പറയുന്നത് സത്യേട്ടനായതുകൊണ്ട് മാത്രം വിശ്വസിക്കാം. അല്ല, അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? ശാരീരികമായ വേദനകൾ കുറവുണ്ട്. അവർക്ക് എന്നും വേദന എന്നെക്കുറിച്ച് ഓർത്താണല്ലോ. അതിനിപ്പോഴും മാറ്റമില്ല. ആ വേദന മനീഷ ഒരാൾ വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? സത്യേട്ടൻ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്. അല്ല, മനീഷ എന്താ ഈ പറയുന്നേ? ഞാൻ നിങ്ങൾ എപ്പോഴാണ് അവോയ്ഡ് ചെയ്തേ? എല്ലാം മനീഷയുടെ തോന്നൽ മാത്രമാ. അങ്ങനെ ആകണമെന്ന എന്റെ ആഗ്രഹം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യേട്ടൻ സത്യം പറയോ? എന്താ? ഞാൻ സഞ്ജുവിന്റെ കൂടെ ജീവിക്കണമെന്നാണോ സത്യേട്ടൻ ആഗ്രഹിക്കുന്നത്? എന്താ ഒന്നും പറയാത്തെ? ഞാൻ സഞ്ജുവിന്റെ കൂടെ ജീവിച്ചാ സത്യേട്ടന് സന്തോഷമാകുമെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, അത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യണം. അതാ എൻ്റെ ആഗ്രഹം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സഞ്ജു നല്ലവനാ. ചെറിയ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെറ്റ് പറ്റാത്തതായിട്ട് ആരാ ഉള്ളത്? അനുഭവത്തിൽ നിന്ന് സഞ്ജു എല്ലാം പഠിച്ചു കഴിഞ്ഞു. തിരുത്താനും തയ്യാറാ. ആ സ്ഥിതിക്ക് അത് അംഗീകരിക്കുന്നതല്ല നല്ലത്. സഞ്ജുവിനോട് എനിക്ക് പകയോ വൈരാഗ്യം ഒന്നുമില്ല. എന്തിനാ മനീഷേ പരസ്പരം സ്നേഹിച്ച് എല്ലാവരെയും എതിർത്ത് ഒന്നായവരാ നിങ്ങൾ രണ്ടുപേർക്കും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാം മറന്ന്
മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം സന്തോഷമായിട്ട് ജീവിക്കണം. അതാ വേണ്ടത്. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയാണ്. മനീഷ പറഞ്ഞതുപോലെ മനീഷയെ ഓർത്ത് കനകരാജൻ അങ്കളും ആൻറ്റിയും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ആ സങ്കടം മാറണമെങ്കിൽ മനീഷയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതുകൊണ്ടാണ് സഞ്ജുവിന് ഒരു അവസരം കൂടി കൊടുത്താൽ എന്താണെന്ന് ഞാൻ ചോദിക്കാൻ കാരണം. എനിക്ക് ഉറപ്പുണ്ട് മനീഷയുടെ മനസ്സിലുള്ളതുപോലെ തന്നെ സഞ്ജുവിൻ്റെ മനസ്സിൽ മനീഷയുണ്ട്. സത്യേട്ടൻ എന്റെ നന്മയെക്കുറിച്ച് സംസാരിക്കൂ എന്ന് എനിക്കറിയാം. ഞാൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാം. അതെ, നന്നായിട്ട് ആലോചിക്കുക. എന്നിട്ട് ഉചിതമായ തീരുമാനമെടുക്കുക. എന്തിനും ഒരു സുഹൃത്തായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. മോള് ചീരു, കുറച്ച് വെള്ളം കൊണ്ടെടുത്തേ. ചീരു കുളിക്കാൻ കയറിയച്ചാ. ആ, അച്ഛൻ പുതിയ തുളസി തൈ നട്ടോ? ആ, ഈ വീടിന്റെ അവസ്ഥ പോലെ തന്നെ തുളസിയും കരിഞ്ഞുണങ്ങി നിൽക്കുക. രഘു വന്നപ്പോ കുറച്ചൊരു ആശ്വാസം. ഒരു പുതിയ തുളസി തൈ നടാന്ന് വിചാരിച്ചു. അത് നന്നായച്ചാ. ദാ വെള്ളം. ആ, എനിക്ക് കുടിക്കാനല്ല, തുളസി തൈ നനയ്ക്കാനാ വെള്ളം ചോദിച്ചത്. അത് ഞാൻ വേറെ കൊണ്ടുവരാം. ഇത് പച്ചൻ കുടിച്ചോളൂ. ആ, അതവിടെ വെച്ചേക്ക്. എത്ര? 150. അമ്പിളി, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ സച്ചി സാറിന്റെ വീട്ടിൽ പോയ കാര്യം ഒരു കാരണവശാലും അമ്മാവൻ അറിയരുത്. അത് ഞാൻ പറയില്ല. പക്ഷേ വിനയന്റെ വീട്ടിൽ പോയ കാര്യം ഞാൻ പറയും. ആ, പോയിട്ട് എന്തായി മോന് രഘു? കാണേണ്ടവരൊക്കെ കണ്ടോ? കണ്ടമ്മോ, കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. പിന്നെ ഒരു ജോലിയുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ, രഘു ഇരിക്കെ. ഞാൻ ചായ എടുക്കാച്ചാ. ആ, കാണണ്ടാത്തവരെയൊന്നും കണ്ടില്ലല്ലോ അല്ലേ?